ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷ് പനീർ മട്ടർ മസാല റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1.5 കപ്പ് ഗ്രീൻ പീസ് നൈറ്റ് വെള്ളത്തിട്ട് നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. 250 ഗ്രാം പനീറാണ്. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ, ഉള്ളി, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. റെഡ് ചില്ലിയും കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട്, കളറിന് വേണ്ടിയാണ്. കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു വിസിൽ ചെയ്തെടുക്കാം. ഞാനിത് മറ്റൊരടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പനീർ മട്ടറിന് വേണ്ടിയിട്ടുള്ള മസാല ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യം റെഡ് ചില്ലി ഇട്ട് കൊടുത്തു, കാശ്മീരി ചില്ലിയും അതിനോടൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ഒരു ഏലക്ക, പിന്നീട് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ഉള്ളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ടൊമാറ്റോയുടെ തോല് ഇളകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാനുണ്ട്. നമ്മൾ വറുത്തെടുത്ത മസാല ഇൻഗ്രീഡിയൻസ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. കറിക്ക് നല്ല തിക്നെസ് കൂടാനും അതുപോലെ ടേസ്റ്റ് കൂടാനാണ് ഈ കാഷ്യൂനട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പനീർ മട്ടർ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തു. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു ബേ ലീഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം മസാലയ്ക്ക് സ്പൈസസ് ആഡ് ചെയ്തതുകൊണ്ടാണ് ഞാനിതിലേക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലിട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുടെ ആ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനു മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പകരം അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മിക്സി ജാറിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഈ ഒരു ഗ്രേവി കുറച്ച് തിക്കായിരുന്നാലാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലിട്ടിരിക്കുന്ന എരിവും പുളിയും അതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് നമ്മുടെ ഈ പനീർ. ഹെൽത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും ഇടാവുന്നതാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇടുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത പനീരിലോട്ട് ഒരല്പം കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇടുന്നത്. 250 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മസാല ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, നല്ല ഫ്ലേവറും കൂടിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പനീറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലിഡ് ക്ലോസ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് പനീരിലേക്ക് മസാല പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് അവസാനമായി ഇട്ട് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീം, കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നോർത്ത് ഇന്ത്യൻ ഡിഷ് പനീർ മട്ടർ മസാലയാണ്. ഇത് ചപ്പാത്തി, പൂരി, നാനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.